എനിക്ക് മാറാൻ സാധിക്കില്ല. അതിന് രാഷ്ട്രീയമല്ല, എന്നെ എവിടെ കൊണ്ട് ഈ ലോകത്ത് കൊണ്ടിട്ടാലും എനിക്ക് ഇങ്ങനെ പെരുമാറാൻ അറിയുള്ളൂ. എനിക്കൊരു സിനിമാക്കാരിയുടെ ജാടകൾ കാണിക്കാൻ അറിയില്ല. കണ്ടു, ഇതൊക്കെ ഞാൻ ട്രോളായിട്ട് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്നും കാണാഞ്ഞിട്ടല്ല, ഭഗവാനെ വരെ പിടിച്ചു നിൽക്കുന്ന ഒരു ട്രോള് കണ്ടു ഞാൻ. പ്രായത്തിൽ എനിക്കൊരു വിളി വന്നപ്പം അത് എന്തുകൊണ്ട് അത് ഓഫർ എടുത്തുകൂടാ എന്നെനിക്ക് തോന്നിയതാണ്. ഓഫർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇനി അതിനിടയിൽ അഞ്ജലി നായർക്ക് ഓഫർ കിട്ടിയെന്ന് പറയരുത്. നമ്മൾ സോഷ്യൽ മീഡിയയും കൂടെ ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ കാണുന്നുണ്ട് ബി ജെ പിക്കാർക്ക് പ്രതിഷേധമുണ്ട്, ബി ജെ പിക്കാർ നീരസം കാണിക്കുന്നു. അങ്ങനെ ഒന്നും എൻ്റെ അറിവിലില്ല. തൃപ്പൂണിത്തുറ ബി ജെ പിക്ക് ശക്തമായൊരു വേരുകളുള്ളൊരു മണ്ണ് തന്നെയാണ്. അവിടെ എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് ഇപ്പോൾ 2020 ഭാഗമാകുമ്പോൾ? വളരെ വലിയൊരു പ്രതീക്ഷയാണ് വെക്കുന്നത്. ഞാൻ ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയും കൂടെ ഉള്ള ഒരാളായതുകൊണ്ട് ഞാൻ കാണുന്നുണ്ട് ബി ജെ പിക്കാർക്ക് പ്രതിഷേധമുണ്ട്, ബി ജെ പിക്കാർ നീരസം കാണിക്കുന്നു. അങ്ങനെ ഒന്നും എൻ്റെ അറിവിലില്ല. എൻ്റെ കൂടെ എല്ലാ സപ്പോർട്ടിനും അവരാണ്. ഒരു ജ്യേഷ്ഠനെ പോലെ, അച്ഛനെ പോലെ എല്ലാം അവരെൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രസ്താവനകൾക്കൊന്നും ഞാൻ കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വളരെ ആത്മവിശ്വാസത്തിലാണ് തൃപ്പൂണിത്തുറയിൽ നിൽക്കുന്നത്. അതുപോലെ ഞാൻ നോക്കുമ്പോൾ പ്രചാരണത്തിന് ഇറങ്ങുമ്പോഴൊക്കെ കൈകൂപ്പിക്കൊണ്ടാണ് ആളുകളോട് വോട്ട് ചോദിക്കുന്നത്. അത്രയൊരു അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുന്നു. എൻ്റെ ചെറുപ്പം മുതൽ എന്നെ അടുത്തറിയുന്ന ജനങ്ങൾക്കും കുടുംബക്കാർക്കും ആണെങ്കിൽ സൗഹൃദത്തിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എന്താണ് എന്നുള്ളത്. എനിക്ക് മാറാൻ സാധിക്കില്ല. അതിന് രാഷ്ട്രീയമല്ല, എന്നെ എവിടെ കൊണ്ട് ഈ ലോകത്ത് കൊണ്ടിട്ടാലും എനിക്ക് ഇങ്ങനെ പെരുമാറാൻ അറിയുള്ളൂ. എനിക്കൊരു സിനിമാക്കാരിയുടെ ജാടകൾ കാണിക്കാൻ അറിയില്ല. എനിക്ക് സാധാരണക്കാരിയായിട്ട് നിൽക്കാനും എൻ്റെ ഭർത്താവിനോടൊപ്പം എൻ്റെ 2 പെൺമക്കളോടൊപ്പം അവരുടെ ഒരു കൂട്ടത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നന്മയ്ക്കാണെങ്കിലും എൻ്റെ കൂടെയുള്ള കുടുംബക്കാർക്കാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഫുൾ തൃപ്പൂണിത്തുറ, എൻ്റെ നാട് എൻ്റെ കൂടെയുണ്ട്. അവരിൽ ഒരാളാവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ അറിയൂ. എനിക്ക് അത്രേ അറിയൂ. ഞാൻ കണ്ടു, ഇതൊക്കെ ഞാൻ ട്രോളായിട്ട് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. ഒന്നും കാണാഞ്ഞിട്ടല്ല, ഭഗവാനെ വരെ പിടിച്ചു നിൽക്കുന്ന ഒരു ട്രോള് കണ്ടു ഞാൻ. ഭഗവാനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാളല്ല, ഭഗവാന്റെ പേര് വെച്ച് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഏത് ഇൻ്റർവ്യൂവിലും അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പം മുതലുള്ള ഏത് പരിചയക്കാരോടും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷെ നിങ്ങളുടെ ജോലികൾ നടക്കട്ടെ. ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് കടക്കുകയാണ്. ദൈവവിശ്വാസിയാണല്ലോ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ? ദൈവവിശ്വാസിയാണ്. അങ്ങനെയാണ്. അതൊരു ചോദ്യം വേണ്ട. ഒരു മണ്ടത്തര ചോദ്യമാണ്, അത് വേണ്ട. അപ്പോൾ ഇപ്പോൾ 2020-ലാണെങ്കിലും മീന ചേച്ചി അടക്കമുള്ള താരങ്ങൾ രംഗത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു ശക്തമായൊരു മത്സരം തന്നെയാണോ 2020 ഇത്തവണ കാഴ്ചവെക്കാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ശക്തമായിട്ടും വളരെ പോസിറ്റീവായിട്ടും. കാരണം നമുക്കറിയാലോ, ഏത് മേഖലയിലും കോമ്പറ്റീഷൻ ഉണ്ടാവും. എല്ലാ പാർട്ടിക്കാരും നമ്മളെപ്പോലെ തന്നെ അവരും വളരെ എന്താ പറയുക, ശക്തമായിട്ട് തന്നെ ഇറങ്ങും പ്രചരണത്തിന്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എന്താണോ അത് ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക. എനിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മനസ്സിലാക്കി കൊടുക്കുക. എൻ്റെ കർമ്മത്തിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ വാക്കിലും അവർക്ക് വിശ്വാസം തോന്നുകയാണെങ്കിൽ എന്നോടൊപ്പം നിൽക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ ദൈവം വിധിക്കുന്നത് പോലെയും ജനങ്ങൾ വിധിക്കുന്നത് പോലെയും നമുക്ക് മെയ് 4-ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കാം. അതിനപ്പുറത്തേക്കല്ലേ പിന്നെ ഞാൻ ചിന്തിക്കേണ്ടതായിട്ട് കാര്യമുള്ളൂ. ഇങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ളൊരു തീരുമാനത്തിൻ്റെ പിറകിൽ എന്തായിരുന്നു? തീരുമാനമൊന്നുമല്ല. ഇങ്ങനൊരു വിളി വന്നപ്പം ഞാൻ ഹസ്ബൻഡായിട്ട് ആലോചിച്ചു. അപ്പം ഇങ്ങനൊരു പ്രായത്തിൽ, മക്കൾ ചെറുതായതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രായത്തിൽ എനിക്കൊരു വിളി വന്നപ്പം അത് എന്തുകൊണ്ട് അത് ഓഫർ എടുത്തുകൂടാ എന്നെനിക്ക് തോന്നിയതാണ്. ഓഫർ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഇനി അതിനിടയിൽ അഞ്ജലി നായർക്ക് ഓഫർ കിട്ടിയെന്ന് പറയരുത്. ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു വാക്ക് എന്തെങ്കിലും തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അങ്ങനെ ഒരു കോള് വന്നപ്പം അതൊന്ന് സ്വീകരിക്കാമെന്ന് കരുതി. ഒരു പരീക്ഷണമല്ല ഇത്. ഇനി ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് ചെയ്യാനുള്ള പരീക്ഷകൾ എഴുതി അത് പാസ്സാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ജനങ്ങളെ വെച്ചൊരു പരീക്ഷണമല്ല അതിലല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഭർത്താവ് എല്ലാത്തിനും കൂടെ ഉണ്ട്, ഭയങ്കര സപ്പോർട്ടാണല്ലോ. നിങ്ങൾക്ക് കാണാം, എൻ്റെ കൂടെ തന്നെ ഉണ്ട് അദ്ദേഹം. എൻ്റെ കൂടെ ഷൂട്ടിംഗ് സെറ്റുകളിൽ ഞാൻ ചെയ്തിട്ടുള്ള 4 വർഷമായി, ഇപ്പം 4 വർഷത്തോളം ആവുന്നു കുഞ്ഞിൻ്റെ ചെറിയ പ്രായം വെച്ച് നോക്കുമ്പോൾ. എൻ്റെ കൂടെ എല്ലാ ഷൂട്ടിംഗ് സെറ്റിലും അദ്ദേഹം തിരക്കുകൾ മാറ്റി വെച്ച് വരുന്ന ഒരാളാണ്. രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ICUയിൽ കിടക്കുകയാണ്. 4 ദിവസമായി സ്ട്രോക്ക് വന്നിട്ട് അവിടെ കിടക്കുകയാണ്. എന്നിട്ട് പോലും അവിടെ നിന്ന് 2 ദിവസം 3 ദിവസം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഇപ്പോഴും എൻ്റെ കൂടെ നടക്കുകയാണ്. തിരിച്ചു പോയിട്ടില്ല തിരുവല്ലാമലയിലേക്ക്. അപ്പോൾ അതേപോലെ സപ്പോർട്ടിന് അവരെല്ലാവരും ഉണ്ട്. അവിടുത്തെ അച്ഛൻ എന്നെ ആംഗ്യം കാണിച്ച് വരെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നില്ല, അത്ര ഓടി കിടന്ന ആളാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്നെ അറിയിക്കുന്നുണ്ട്. അപ്പം ഇവരെല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ട്. അപ്പം ഇനി എന്നെ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും വരുന്നവർ വരട്ടെ, എല്ലാവരും സ്വീകരിക്കും. അങ്ങനെ ആരും പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ലല്ലോ രാഷ്ട്രീയം. എല്ലാവർക്കും അവരുടേതായ നയങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്. വരുന്നവർ ആരാണെങ്കിലും ഏതാണെങ്കിലും വരട്ടെ, ഞങ്ങളൊപ്പം ഉണ്ട്, ഞങ്ങളുടെ കൂടെയും ഉണ്ടാവണം എന്ന് മാത്രമേ ഒരു റിക്വസ്റ്റ് ഉള്ളൂ. താങ്ക് യു.